ഷഫി അക്ബർ ഈ വിഷയം വലുതായിട്ട് കത്തിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നില്ല സമസ്തയും. അത് മലപ്പുറത്തെ ജനങ്ങളെ അറിയാത്തതുകൊണ്ടും ജനങ്ങൾക്കിടയിൽ സമ്പർക്കമില്ലാത്തത് കൊണ്ടുമാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞത്. അർഹിക്കുന്ന അഗ്നിയോടെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. കത്തിക്കാനില്ല, കത്തിച്ചാൽ അതുണ്ടാക്കാവുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ അപകടം സമസ്തയും മനസ്സിലാക്കുന്നുണ്ടല്ലേ. വെള്ളാപ്പള്ളി നടേശൻ ആ രീതിയിൽ മറുപടി പറയാൻ സമസ്തയെ ഒരുക്കമല്ലെന്ന് തോന്നുന്നു അല്ലേ മുബഷീർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അത്തരമൊരു പ്രചാരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ സമസ്ത ഇക്കാര്യത്തിൽ കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചർച്ചയാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെ അത്രയധികം സ്വീകാര്യതയുള്ള ഒരു വ്യക്തി നടത്തിയ പ്രതികരണം സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇക്കാര്യത്തിൽ സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിരിക്കുന്നത്. തലപ്പാറ പൊട്ടിച്ചിറയിൽ ഒരു ആണ്ടുനേർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിനിടെയാണ് അവിടെ ഉണ്ടായിരുന്ന അനുയായികളോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരമൊരു കാര്യം പറയുന്നത്. ചില ആളുകൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് പലതരത്തിലുള്ള പ്രസ്താവനകൾ നിലവിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ജില്ലയിൽ വന്ന് ജനങ്ങളുമായി ഇവിടെ സംവദിക്കാത്തവരാണ് ജില്ലയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം അപവാദങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നുള്ളത് അദ്ദേഹം ആ ഒരു പ്രഭാഷണത്തിനിടയിൽ 40 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കലിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത് ഒരു പൂച്ചക്കുട്ടി പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ പിന്തുണച്ചില്ലല്ലോ എന്നൊരു പ്രതികരണവുമായി രംഗത്ത് വരുന്നതും നിരവധി നേതാക്കൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിലാണ് സമസ്തയുടെ ഒരു നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് അധികം പ്രചാരം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിഷ്കളങ്കരായ മനുഷ്യരിൽ അത് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മലപ്പുറം പ്രത്യേക രാജ്യമാണ്. അവിടെ ഈ പറയപ്പെടുന്ന സമുദായ ആളുകൾക്കൊന്നും തന്നെ പരിഗണന ലഭിക്കുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. വിശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ SNDPയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഭാഷണത്തിൽ വെച്ചായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നത്. അത് വലിയ ചർച്ചയായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ അദ്ദേഹം അത് ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിനെതിരെ ആരോപണം വഴിതിരിച്ചുവിടുന്നത് കണ്ടതാണ്. മുസ്ലിം ലീഗ് ഈ പറയപ്പെടുന്ന വകുപ്പുകളൊന്നും തന്നെ കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് പോലും ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അനുമതിക്ക് അപേക്ഷിച്ചിട്ടും അത് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആ നിലയിൽ അത് ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. താങ്ക് യു മുബഷീർ. എന്തായാലും ഈ വിഷയം അതായത് ആളിക്കത്തിക്കാനില്ല എന്ന മട്ടിലാണ് സമസ്തയുടെയും വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണം. അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ്. ആ നിലപാട് മതി എന്നുള്ളതാണ്. 40 സെക്കൻഡ് മാത്രമാണ് സമസ്ത അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.